പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഗോകില കൃഷ്ണൻ 8th D. ഞാൻ അമയ KV 10th E. ഭൂലോകം ചമച്ചവനെ, കാണാത്ത മരമറുത്ത് നനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ, ഒരു ചാടോളം നീളത്തിൽ ഉയരിനൊരു പന്ത. ഇന്നത്തെ എപ്പിസോഡ് ലോകപ്രശസ്തനായ വാസ്തുശില്പി ലാറി ബേക്കറെ കുറിച്ചുള്ളതാണ്. ലാറി ബേക്കർ 1917 മാർച്ച് 2 ജനിച്ചു. ചെലവ് കുറഞ്ഞ വീട് എന്ന ആശയം പ്രചരിപ്പിച്ചിരുന്ന ലോക പ്രശസ്തനായ വാസ്തുശില്പിയാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിൽ ജനിച്ചെങ്കിലും ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ബേക്കർ കേരളത്തെ തന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റി. കേരളത്തിലുടനീളം ചെലവ് കുറഞ്ഞതും എന്നാൽ മനോഹരവുമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച അദ്ദേഹം കേരള സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഇന്ന് ബേക്കറിന്റെ പാത പിന്തുടരുന്ന നിരവധി ആർക്കിടെക്റ്റുകൾ ചെലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. അതിനെല്ലാം ലാറി ബേക്കർ രീതി എന്ന് പേര് വരത്തക്കവണ്ണം പ്രശസ്തമാണ് ആ വാസ്തുശില്പ രീതി. ദീർഘദർശനമായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളുടെയൊക്കെ അടിസ്ഥാനം. പരമ്പരാഗത നിർമ്മാതാക്കൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ടു പോയത്. അതിലൂടെ കേരളത്തിലെ സാധാരണക്കാരനെ സ്വന്തമായ വീടെന്ന സ്വപ്നം കാണാൻ അദ്ദേഹം പഠിപ്പിച്ചു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം തിരിച്ചറിയുന്നതായിരുന്നു ബേക്കർ ശൈലി. ഭൂമിയെ ഒട്ടും നോവിക്കാതെ വികലപ്പെടുത്താതെ ഒരു വാസ്തുശൈലി ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ലാറി ബേക്കർ ആണ്. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെ പ്രശസ്ത ശില്പിയും ചിത്രകാരനും പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെ റിട്ടയർ ആർട്ട് ടീച്ചറുമായ ശ്രീ KKR വെങ്ങരയാണ്. നമസ്കാരം. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ കൂട്ടുകാർക്ക് എന്റെ സ്നേഹാശംസകൾ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പണിയായുധശാല എന്ന് അപരനാമമുള്ള ഇംഗ്ലണ്ടിലെ ബർമിംഹാമിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ലോറൻസ് വിൽഫ്രഡ് ബെക്കർ എന്ന ലാറി ബെക്കർ ജനിച്ചത്. 6 കിലോമീറ്ററോളം നടന്നായിരുന്നു അദ്ദേഹത്തിന് സ്കൂളിൽ പോവേണ്ടിയിരുന്നത്. അത് പ്രകൃതിയെപ്പറ്റി പഠിക്കാൻ അവസരം നൽകി കാണണം. ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു ലാറി ബേക്കർ. ലാറിയിൽ മയങ്ങിക്കിടന്ന വാസ്തുശില്പ വൈദഗ്ധ്യം കണ്ടെത്തിയത് അദ്ദേഹം പഠിച്ച കിങ് എഡ്വേർഡ് ഗ്രാമർ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അദ്ദേഹം ലാറിയോട് ഒരിക്കൽ എന്താണ് ഇഷ്ടമുള്ള വിഷയം എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഒരു ചുറ്റലും ചിത്രരചനയും എന്നായിരുന്നു. ലാറിയുടെ ചിത്രരചന പാഠവും തിരിച്ചറിഞ്ഞ അദ്ദേഹം ലാറിയുടെ പിതാവിനോട് അവന് വാസ്തുശില്പകല പഠിപ്പിക്കാൻ ഉപദേശിക്കുകയായിരുന്നു. ഗുരുനാഥന്റെ ഉപദേശത്തെ തുടർന്ന് ലാറി ബർമിംഹാം സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ വിദ്യാർത്ഥിയായി ചേർന്നു. പഠനകാലത്ത് പല രാജ്യങ്ങളിലെ വിവിധ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനായി ലാറിയും സഹപാഠികളും സൈക്കിളിലാണ് രാജ്യങ്ങൾ ചുറ്റാൻ തുടങ്ങിയത്. അതിനുള്ള പണം അവർ തന്നെ സ്വയം കണ്ടെത്തുകയായിരുന്നു. ഇംഗ്ലണ്ടിലെയും സ്വിറ്റ്സർലൻഡിലെയും പാരമ്പര്യ വാസ്തുശില്പ പ്രത്യേകതകളെക്കുറിച്ച് അവഗാഹമുണ്ടാക്കാൻ ഇത്തരം യാത്രകൾ സഹായിച്ചു. കെട്ടിട നിർമ്മാണ രംഗത്ത് വൻ മാറ്റങ്ങൾ കടന്നു വന്ന കാലമായിരുന്നു അത്. ഇരുമ്പിന്റെ വിലയിലുണ്ടായിരുന്ന കുറവ്, സിമന്റിന്റെ കണ്ടുപിടുത്തം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ കോൺക്രീറ്റ് സാധനങ്ങളുടെ പ്രചാരത്തിന് കാരണമായി. ഇംഗ്ലണ്ടിലെങ്ങും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉയർന്നു. എന്നാൽ
ലളിത ജീവിതം നയിക്കുന്ന ലാറിയുടെ മനസ്സ് തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ്. വാസ്തുശില്പകല സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയായി അദ്ദേഹം. അപ്പോഴേക്കും കോൺക്രീറ്റ് സൗധങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ഒട്ടേറെ പേർ രംഗത്ത് വന്നു. ലാറിക്കും അവരുടെ രീതി പിന്തുടരുവാനായിരുന്നു ആഗ്രഹം. പഠനം കഴിഞ്ഞ് തൊഴിൽ പരിശീലനം ആരംഭിച്ച സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരെയും പോലെ അദ്ദേഹവും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കേണ്ടതായി വന്നു. യുദ്ധത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുവാനുള്ള പ്രത്യേക സംഘത്തിൽ അദ്ദേഹം ചൈനയിൽ സേവനമനുഷ്ഠിച്ചു. തിരിച്ച് ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്രയിൽ അദ്ദേഹം ഇന്ത്യയിലെ മുംബൈയിൽ 3 മാസം കഴിച്ചു കൂട്ടേണ്ടി വന്നു. ഈ കാലത്ത് കാക്കർ എന്നറിയപ്പെടുന്ന ക്രിസ്തീയ സൗഹൃദ സംഘത്തിലെ അംഗമായാണ് അദ്ദേഹം ഗാന്ധിജിയെ പരിചയപ്പെടുന്നത്. ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അത് ജീവിതത്തിലെ വഴിത്തിരിവാവുകയും ചെയ്തു. ലാറി ധരിച്ചിരുന്ന ഷൂസ് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തയ്യൽ കടയിലെ ഉപയോഗശൂന്യമായ തുണികൾ വെച്ച് തുന്നിയുണ്ടാക്കിയതായിരുന്നു അത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്താനുള്ള ലാറിയുടെ ചാതുര്യം ഗാന്ധി തിരിച്ചറിയുകയും അദ്ദേഹത്തെ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. ഈ ഒത്തുചേരൽ ലാറിയുടെ ജീവിതത്തെ തന്നെ വഴിതിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചു. കുഷ്ഠരോഗികൾക്കുള്ള പാർപ്പിട നിർമ്മാണത്തിനിടയിലാണ് ഇന്ത്യൻ വാസ്തുശില്പവിദ്യയുടെ പ്രത്യേകതകൾ ബേക്കർ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫൈസാബാദിലായിരുന്നു ബേക്കർ ഇന്ത്യയിലെ തൻ്റെ കെട്ടിട നിർമ്മാണ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടത്. അവിടെ നിലവിലുണ്ടായിരുന്ന രീതിയോട് സ്വന്തം നിരീക്ഷണങ്ങളും കൂട്ടിക്കലർത്തി ബേക്കർ തൻ്റേതായ ശൈലിക്ക് രൂപം നൽകി. ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച അദ്ദേഹം ഓരോ പ്രദേശത്തിനും ചേർന്ന പാർപ്പിട നിർമ്മാണ ശൈലി അവതരിപ്പിച്ചു. 1963 കേരളത്തിലെ വാഗമണിലെത്തി. അവിടെയും കുഷ്ഠരോഗി പരിചരണമായിരുന്നു പ്രവർത്തനം. കുറച്ചു കാലത്തിന് ശേഷം ഭാര്യ എലിസബത്തിനോടൊപ്പം 1970 മുതൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി അദ്ദേഹം. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ ക്ഷണപ്രകാരം പാവപ്പെട്ടവർക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ അദ്ദേഹം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി. എങ്ങും അദ്ദേഹത്തിൻ്റെ വാസ്തുശില്പ രീതി ചർച്ചാ വിഷയമായി തീർന്നു. താമസിയാതെ നിരവധി പേർ ചിലവ് കുറഞ്ഞ വീടുകൾക്കായി അദ്ദേഹത്തെ സമീപിച്ചു. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ബേക്കറിൻ്റെ ആരാധകനായിരുന്നു. അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ഭവന നിർമ്മാണ പദ്ധതി ലാറിയെ ഏൽപ്പിച്ചു. കോസ്റ്റ് ഫോർഡ് എന്ന ഈ സ്ഥാപനം തൃശ്ശൂർ കേന്ദ്രമാക്കി ചെലവ് കുറഞ്ഞ വീടുകളുടെ നിർമ്മാണ രീതി പ്രചരിപ്പിച്ചു. നിരവധി പാവപ്പെട്ടവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഗൃഹനിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ മറ്റൊരു സവിശേഷത. പൊട്ടിയ തറയോടുകളും മറ്റും മുറ്റം പാകുവാനും പല വർണ്ണത്തിലുള്ള കുപ്പികളും മറ്റും ജനലുകളിൽ പതിപ്പിച്ച് മുറിയിൽ വർണ്ണജാലം സൃഷ്ടിക്കുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. നൂതന സാങ്കേതിക വിദ്യകളെ അപ്പാടെ തള്ളിക്കളഞ്ഞ ആളായിരുന്നില്ല ബേക്കർ. മറിച്ച് ആവശ്യഘട്ടങ്ങളിൽ അവ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വീടിന് യോജിച്ചതും ആവശ്യമായതുമായ സാങ്കേതിക രീതി എന്നായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. വാസ്തുശില്പവിദ്യയിൽ അദ്ദേഹത്തിൻ്റെ ഗഹനമായ അറിവിനെ മാനിച്ച് കേരള സർക്കാർ അദ്ദേഹത്തിൻ്റെ സേവനം നിരവധി മേഖലകളിൽ ഉപയോഗപ്പെടുത്തി. കൂടാതെ പ്ലാനിംഗ് കമ്മീഷനിലും ഹെഡ്കോയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലും CBCRIയുടെ ശാസ്ത്ര ഉപദേഷ്ടാ സംഘത്തിലും അനവധി സർക്കാർ അർദ്ധ സർക്കാർ സംരംഭങ്ങളിലും ലാറി ബേക്കർ അംഗമായിരുന്നു. ലാറി ബേക്കർ കേരളത്തിലെ വാസ്തുവിദ്യാരീതിക്ക് തീർത്ത സേവനം സ്വാധീനം വളരെ വലുതാണ്. ബേക്കറുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. 1992 ഐക്യരാഷ്ട്രസഭയുടെ ഹാബിറ്ററ്റ് പുരസ്കാരം നേടി. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അവാർഡ്, ഇന്ത്യൻ നാഷണൽ ഹെറിറ്റേജ് അവാർഡ് തുടങ്ങി ഒട്ടേറെ ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങളും ഡോക്ടറേറ്റ് ബിരുദങ്ങളും ലാറിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹോളണ്ടിലെ റോയൽ സർവകലാശാല 1981 ബേക്കർക്ക് ഡിലിറ്റ് ബിരുദം നൽകി. ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ ബഹുമതി നൽകി ലാറി ബേക്കറെ ആദരിച്ചു. തിരുപ്പതി
ശ്രീ വെങ്കിടേശ സർവകലാശാലയുടെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ആർക്കിടെക്ട്സ് അവാർഡ്, ഇംഗ്ലണ്ട് സർവകലാശാലയുടെ ഡോക്ടറേറ്റ്, കേരള സർവകലാശാല ഡിലിറ്റ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. കോസ്ഫോർഡ് വഴി 10,000-കണക്കിന് ദരിദ്രർക്ക് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ചെലവ് കുറഞ്ഞ വീടുകൾ ലഭിച്ചു. അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന വാസ്തുശില്പ വിദഗ്ധർ ഇന്ന് കോസ്റ്റ്ഫോർഡിൽ ലാഭേച്ഛ കൂടാതെ ജോലി നോക്കുന്നു. ലാറി ബേക്കർ എന്ന വാസ്തുശില്പി 2007 ഏപ്രിൽ 1 ഈ ലോകത്തോട് വിട പറഞ്ഞു. ജന്മം കൊണ്ട് ഒരു ഇന്ത്യക്കാരനല്ലാതിരുന്നിട്ട് കൂടിയും അനുപമമായ സേവനങ്ങളിലൂടെ ഏതൊരു ഇന്ത്യക്കാരനേക്കാൾ അല്ലെങ്കിൽ ഏതൊരു മലയാളിയേക്കാളും ത്യാഗം അദ്ദേഹം കേരളത്തിനും നാട്ടുകാർക്കുമായി അർപ്പിച്ചു. കോൺക്രീറ്റ് മരുഭൂമികൾക്ക് നടുവിൽ മരുപ്പച്ചയായി ലാറിയുടെ സൃഷ്ടികൾ അനശ്വരമായി നിലകൊള്ളുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.